Ladies and gentlemen, welcome to Shamsi for Tech. വീണ്ടും ടെക് ന്യൂസുമായിട്ട് വന്നിരിക്കണം. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ പറയാണ്ട് അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നൊരു അടിപൊളി മഴയാണ് പുറത്ത് പെയ്യണം. അപ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഈ ഒരു വീഡിയോയിൽ വന്നിട്ട് മഴ അടക്കം ആസ്വദിച്ചിട്ട് ഈ ഒരു വീഡിയോ കാണാം. അപ്പോൾ ഞാൻ വീഡിയോ അധികം പറഞ്ഞിട്ട് ദീർഘിപ്പിക്കുന്നില്ല ഗായ്സ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും വെൽക്കം ടു ഷംസി ഫോർ ടെക്. ലെറ്റ്സ് റോൾ. ഹലോ ഗായ്സ്, അപ്പോൾ നമുക്ക് ടെക് ന്യൂസിലേക്ക് കിടക്കല്ല. അപ്പോൾ ആദ്യത്തെ ടെക് ന്യൂസ് പറയാൻ പോകുന്നത് സാംസങ്ങിൻ്റെ സൈഡിൽ നിന്നാണ്. അതായത് സാംസങ്ങിൻ്റെ ഗാലക്സി S23 സീരീസിന് ക്യാമറയുടെ ഒരു പുതിയൊരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ട് എക്സ്പേർട്ട് റോയിൽ ഇനി നമുക്ക് ND ഫിൽറ്റേഴ്സിൻ്റെ ഓപ്ഷൻസും ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ആസ്ട്രോ ഫോട്ടോഗ്രാഫി ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഗാലക്സി S23 സീരീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക എന്നാണ് എനിക്ക് പറയാനുള്ള ഒരൊറ്റ ഒരു വാക്ക്. ഹോണറിൻ്റെ സൈഡിൽ നിന്നൊരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവരുടെ ഒരു ബേസിക് റേഞ്ചിലുള്ള ഒരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നുണ്ട്. 5G നെറ്റ്വർക്ക് വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങുന്നത്. അതും ഹോണറിൻ്റെ X7B എന്ന് പറഞ്ഞ 5G നെറ്റ്വർക്കിൻ്റെ സ്മാർട്ട് ഫോണാണ് ഇറങ്ങാൻ പോകുന്നത്. 108 മെഗാപിക്സലിലെ ക്യാമറ, 8GB റാം, 256GB സ്റ്റോറേജ്, ചുരുങ്ങിയത് ഒരു 5000 mAh ബാറ്ററി ബാക്കപ്പ് ഒക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. 120 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്. ഇതിൻ്റെ പ്രൊസസ്സർ അവർ യൂസ് ചെയ്തിരിക്കുന്നത് മീഡിയാടെക്കിൻ്റെ ഡിമെൻസിറ്റി 6020 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. എയ്തർ അത് 6 nm അല്ലെങ്കിൽ 4 nm ചിപ്സെറ്റൊക്കെ വെച്ചിട്ടായിരിക്കും ഇറക്കാം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇന്ത്യയിലും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലും എത്ര വേഗം ഇറങ്ങും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഈ ഒരു അറിവ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് അടിക്കാം. നത്തിങ്ങിൻ്റെ സൈഡിൽ നിന്നൊരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. ഏപ്രിൽ 18 നത്തിങ് ഇയർ എ എന്ന് പറഞ്ഞ TWS ഹെഡ്സെറ്റ് ഇറക്കാൻ പോകുന്നുണ്ട്. അതിൽ 3 വേരിയൻ്റുള്ള ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് റിലീസ് ചെയ്യണത്. 8 മൈക്കിൻ്റെ നോയ്സ് ക്യാൻസലേഷൻ അടക്കം സപ്പോർട്ട് ചെയ്യുന്ന ഒരു TWS ആണ്. അത് മാത്രമല്ല വയർലെസ് ചാർജിങ്, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻസ്, അങ്ങനത്തെ എല്ലാ ട്രാൻസ്പാരൻസി മോഡ്, എല്ലാ കാര്യങ്ങളും 40 മണിക്കൂർ വെച്ചിട്ടായിരിക്കും ഇറക്കുക എന്ന് പറഞ്ഞിട്ട്. ഡെസിബിൾസിൻ്റെ ഒരു കാര്യത്തിൽ ഒരു ഇച്ചിരി ഡൗട്ട് ഉണ്ട്. ഇത് ഏതൊരു 40 ഡെസിബിൾസ് ആണോ 42 ഡെസിബിൾസിലാണോ ഇറക്കുക എന്നുള്ളത് ആണ് ഒരു ഡൗട്ട് എടുത്ത്. പക്ഷെ 3 കളർ വെച്ചിട്ടാണ് ഇറക്കാൻ പോകുന്നത്. ഒന്ന് യെല്ലോ ആണ്. യെല്ലോ കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്ഫോമേഴ്സ് എഡിഷൻ്റെ കളറാണ്. അതായത് ബംബിൾ ബീയുടെ ഒരു എഡിഷൻ വരാൻ പോകുന്നുണ്ട്. പിന്നെ ഒരു ബ്ലാക്കും ഒരു വൈറ്റും വെച്ചിട്ടാണ് ഈ ഒരു TWS ഇറക്കുന്നത്. നത്തിങ്ങിൻ്റെ ഇയർ എ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഏപ്രിൽ 18 ഗ്ലോബലി ഒഫീഷ്യലായിട്ട് ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും ഒരേ സമയത്ത് ലോഞ്ച് ചെയ്യുമെന്നാണ് നത്തിങ് കമ്പനി പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ ഒരു വലിയൊരു പ്രതീക്ഷ. ഐപാഡിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐപാഡിൻ്റെ 17.5 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, അതായത് ഐപാഡ് പ്രോയിലേക്ക് ആപ്പിളിൻ്റെ പെൻസിലിന് സ്ക്വീസ് ഓപ്ഷൻ വരാൻ പോകുന്നുണ്ട് എന്നാണ് പറയണത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഐപാഡ് പ്രോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി പോയിട്ട് 17.5 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. അതിൽ നിന്ന് ഈ ആപ്പിൾ പെൻസിൽ മേടിച്ചതിന് ശേഷം സ്ക്വീസിൻ്റെ ഈ ഓപ്ഷൻ ഓൾറെഡി അതിൽ ബിൽട്ടിനായിട്ട് എനേബിൾ ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ വീണ്ടും ഒരു കമൻറ്റ് വീണ്ടും അടിക്കാം. ഐഫോണിൻ്റെ 17 പ്രോനും 17 പ്രോ മാക്സിനും 2 nm ചിപ്സെറ്റ് വരാൻ പോകുന്നുണ്ട്. ഈ ചിപ്സെറ്റ് ആദ്യം ആരാണ് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ TSMC എന്ന് പറഞ്ഞ കമ്പനിയാണ് ഈ ഒരു ചിപ്സെറ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. അതും 2 nm ചിപ്സെറ്റ് വെച്ചിട്ടാണ് ഇറക്കുന്നത്. തീർച്ചയായിട്ടും TSMC എന്ന് പറയുന്ന ഒരു കമ്പനി വളരെ ജൈജാൻറ്റിക് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ പ്രോസസ്സറുകളൊക്കെ ഉള്ള മുന്നത്തുള്ള എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം പ്രതീക്ഷിക്കുന്നു ഐഫോണിൻ്റെ 17 പ്രോനും പ്രോ മാക്സിനും TSMCൻ്റെ 2 nm ചിപ്സെറ്റ് റവല്യൂഷനായി മാറും എന്നാണ് എൻ്റെ ഒരു ചെറിയൊരു പ്രതീക്ഷ. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നാണ് വീണ്ടും എൻ്റെ ഒരു പ്രതീക്ഷ. വേറൊരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്ലാക്ക് ഷാർക്ക് ഒരു സ്മാർട്ട് റിങ് ഇറക്കാൻ പോകുന്നുണ്ട്. 150 ദിവസമാണ് അതിൻ്റെ ബാറ്ററി ലൈഫ് എന്നാണ് പറയണത്. 150 ദിവസം. ഒരൊറ്റ പ്രാവശ്യം ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 150 ദിവസത്തിൻ്റെ ബാറ്ററി ലൈഫ് കിട്ടും. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഒരു സ്മാർട്ട് റിങ്. അത് 180 ദിവസം
നമുക്ക് ബാറ്ററി ലൈഫ് കിട്ടും എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും എനിക്ക് പേടിക്കേണ്ട ആ ഒരു രീതിയിലേക്ക് നിങ്ങളതിനെ മാറ്റിയിട്ടുണ്ട് ബ്ലാക്ക് ഷാർക്ക്. ഈ ബ്ലാക്ക് ഷാർക്ക് എന്ന് പറയുന്നത് ഷിയോമിൻ്റെ ഒരു സബ് ബ്രാൻഡാണ്. അവർ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമിൽ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ബ്ലാക്ക് ഷാർക്ക് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി. പക്ഷേ ഇപ്പോൾ അത് അവർ വീണ്ടും ഒരു സ്മാർട്ട് റിങ്ങിലേക്ക് അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ഈ ഒരു സ്മാർട്ട് റിങ്ങിനെ മേടിക്കാൻ എന്നെ പ്രകടിപ്പിച്ചോണ്ടിരിക്കുന്നത്. അത് 180 ബാറ്ററി ലൈഫ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോയി എന്ന് വേണമെങ്കിൽ പറയാം. ഹുവാവിയുടെ സൈഡിൽ നിന്നൊരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുവാവിയുടെ പുതിയൊരു സ്മാർട്ട് ഫോൺ വരാൻ പോകുന്നുണ്ട്. ഹുവ പ്യൂറ എന്ന് പറയുന്ന 70 സീരീസിൻ്റെ ഒഫീഷ്യൽ ടീസർ ഇന്ന് റിലീസ്ഡ് ആയിട്ടുണ്ട്. അതും ട്രയാങ്കുലർ ഷേപ്പിൻ്റെ ക്യാമറ സെറ്റപ്പ് ഒക്കെ വെച്ചിട്ടാണ് ഇറക്കിയിരിക്കുന്നത്. ഇത് ആരാണ് ഇതിൻ്റെ ഒഫീഷ്യൽ ന്യൂസ് ഇറക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിച്ചാർഡ് റിയു എന്ന് പറയുന്ന അവരുടെ വലിയ തലപ്പത്തിരിക്കുന്ന ആ മഹാനാണ് ഈ ഒരു അപ്ഡേറ്റ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒഫീഷ്യൽ ടീസർ ഇതിൽ വന്നിട്ടുണ്ട്, പോയിട്ട് കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ലൈക്കയുടെ സൈഡിൽ നിന്നൊരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത്. അതായത് ലൈക്കയുടെ ലിറ്റ്സ് എന്ന് പറഞ്ഞ 3ാമത്തെ സ്മാർട്ട് ഫോൺ ജപ്പാനിൽ ഏപ്രിൽ 19 റിലീസ് ചെയ്യാൻ പോകുന്നുണ്ട് എന്നാണ് പറയണത്. അതും വിത്ത് 1 ഇഞ്ച് സെൻസർ, 47.2ൻ്റെ ക്യാമറ മെഗാ പിക്സലാണ് വെച്ചിട്ട് ഇറക്കാൻ പോകുന്നത്. 6.6 OLED സ്ക്രീന്, 240 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്, 16 GB റാം, 512 GB സ്റ്റോറേജ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഇറക്കുന്നത്. പിന്നെ അതുമാത്രമല്ല സ്നാപ്ഡ്രാഗൻ്റെ Gen 2 പ്രോസസ്സർ IP68 വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങുന്നത്. അപ്പം ഇതിൻ്റെ ഒരു മാസം മുന്നേ ഞാൻ കണ്ടിരുന്ന ഒരു കസ്റ്റമറുടെ കയ്യിൽ ലൈക്കട സ്മാർട്ട് ഫോണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇത് ജപ്പാനിൽ മാത്രമേ ഇറക്കുള്ളൂ. അപ്പോൾ ഏപ്രിൽ 19 ഈ ഒരു സ്മാർട്ട് ഫോൺ ജപ്പാനിൽ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് തള്ളാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഞാൻ ക്യാമറ ഒക്കെ ചെക്ക് ചെയ്തു. അബ്സല്യൂട്ട്ലി സ്റ്റണ്ണിങ് ആയിട്ടുള്ള ക്യാമറയാണ് ലൈക്കൻ്റെ. ഷോമീൻ്റെ 14 അൾട്രാൻ്റെ ലൈക്കനെക്കാട്ടും ടോപ്പ് ലൈക്കാണ് ഈ ഒറിജിനലായിട്ട് ലൈക്ക മൊബൈൽ ഉണ്ടാക്കുന്ന ആ കമ്പനി അതിൽ കൊടുത്തിരിക്കുന്ന സെൻസറാണ്. ദാറ്റ് ഈസ് ഔട്ട് ഓഫ് ദ ബോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കറൻറ്റ് ഷോമി 14 അൾട്രയാണ് ഇപ്പം ഏറ്റവും ടോപ്പസ്റ്റ് ക്യാമറ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഒരു മോഡൽ ഇത് ജർമ്മനിയിലും ജപ്പാനിലും മാത്രമേ നിലവിൽ കിട്ടുള്ളൂ. ഇത് അവിടെ നിന്ന് ഇമ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പ്രോസസ്സറിൻ്റെ ഒരു കാര്യത്തിൽ ഇച്ചിരി ഒരു ഷോക്കാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായാലും ഇവരിത് സ്നാപ്ഡ്രാഗൺ Gen 2 ആണ് ഇറക്കിയെന്നുള്ളത്. അതിൻ്റെ പകരം Gen 3 ആയിരുന്നെങ്കിൽ ഫോണിൻ്റെ വിലയും കൂടിയായിരുന്നു, എടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. എന്നാലും സാരമില്ല, സ്നാപ്ഡ്രാഗൺ Gen 2 വെച്ചിട്ട് നമുക്ക് കോംപ്രമൈസ് ചെയ്യാം. ഐക്യൂൻ്റെ സൈഡിൽ നിന്നൊരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് അപ്ഡേറ്റ് ആണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. അതും മിഡ് റേഞ്ച് സെഗ്മെൻറ്റിലുള്ള ഒരു സ്മാർട്ട് ഫോണും കൂടെയാണ് ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. ഐക്യൂൻ്റെ Z9 ടർബോ എന്നുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പേര്. ഇത് 6.78 OLED സ്ക്രീൻ, 1.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ഒക്കെ വെച്ചിട്ടാണ് റിലീസ് ചെയ്യണത്. 144 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്, 50 മെഗാ പിക്സലിൻ്റെ ക്യാമറ, 5000 mAh ബാറ്ററി ബാക്കപ്പ്, 120 വാട്ട്സിൻ്റെ ചാർജിങ് വെച്ചിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ഏപ്രിൽ 24 അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. പ്രൈസിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേഷൻ ഒരു 45,000 to 50,000 റേഞ്ചിലായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ ഇറക്കാം. അപ്പോൾ ഇതൊരു ടഫർ കോമ്പറ്റീഷൻ ആയിട്ട് മാറും. ആയിരിക്കും എന്ന് പഠിച്ചു കഴിഞ്ഞാൽ നത്തിങ് 2A എന്ന് പറയുന്ന ആ ബ്രാൻഡിന് ഇങ്ങനെ ഒരു ടഫർ കോമ്പറ്റീഷനായി മാറും എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് വിവോൻ്റെ അണ്ടറിലായതുകൊണ്ട് ആ ഒരു സെയിം ടച്ച് OSൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വെച്ചിട്ടായിരിക്കും ഇറക്കുക. Android 14ൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് എന്തായാലും ഉണ്ടായിരിക്കും. മോട്ടറോളയുടെ സൈഡിൽ നിന്നൊരു പുതിയൊരു ന്യൂസ് അപ്ഡേറ്റ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടറോള ഒരു പുതിയൊരു സ്മാർട്ട് ഫോൺ ഈ മാസം ഓൾറെഡി ഇന്ത്യയിൽ റിലീസ് ചെയ്തിട്ട് ആ സ്മാർട്ട് ഫോണിൻ്റെ പേര് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടറോളയുടെ G64 5G എന്നാണ് പേര്. അതും 6000 mAh ബാറ്ററി. പിന്നെ ഇപ്പോഴത്തെ കറൻ്റ് ലേറ്റസ്റ്റ് പ്രോസസ്സറാണ് അവരതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. മീഡിയാടെക്കിൻ്റെ Dimensity 7025 എന്ന് പറയുന്ന പ്രോസസ്സർ, 6.5 ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ, 120 ഹെർട്സിൻ്റെ റിഫ്രഷിംഗ് റേറ്റ്. ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ഇതിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 6000 mAh ബാറ്ററി ബാക്കപ്പ് വെച്ചിട്ടാണ് ഇറങ്ങുന്നത്.
33 വാട്ട്സിൻ്റെ സൂപ്പർ ചാർജിങ് വരുന്നുണ്ട്. IP52 റേറ്റിംഗ് ഉള്ള ഒരു സ്മാർട്ട് ഫോണാണ്. പക്ഷേ ഇൻ ജനറലി നമ്മൾ വെച്ച് നോക്കുമ്പോൾ അവരുടെ എഡ്ജ് 40 നിയോക്ക് 7030 എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സറാണ് അവർ ഫസ്റ്റിൽ ഇറക്കിയത്. അത് വെച്ച് വരുമ്പോൾ ഇൻ ഹെഡ് ടു ഹെഡ് കമ്പാരിസൺ വെച്ച് വരുമ്പോൾ ഈ 7025 എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സർ ഇച്ചിരി സ്ലോ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം പറയാനുള്ളത്. പക്ഷേ ആ ഒരു റേഞ്ചിൽ വെച്ച് വരുമ്പോൾ മോട്ടറോയുടെ G64 ഇറ്റ്സ് എ ബെസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് വേണമെങ്കിൽ പറയാം. സാംസങ്ങിൻ്റെ ഗാലക്സി S22 സീരീസ്, S8 സീരീസ് ടാബ്, അതേപോലെ 2022 ഫോൾഡബിൾ സ്മാർട്ട് ഫോൺ, ഫ്ലിപ്പ് സ്മാർട്ട് ഫോൺസിനൊക്കെ ഗാലക്സിയിലെ AI ഫീച്ചേഴ്സ് കൊണ്ടുവരാൻ പോകുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റും വന്നിട്ടുണ്ട്. ഇപ്പോൾ കറൻറ്റ്ലി Z Flip 5നും Z Fold 5നും ഗാലക്സി S23 സീരീസും S24 സീരീസിനും AI ഫീച്ചേഴ്സ് അവർ ഓൾറെഡി അതിൻ്റെ അപ്ഡേറ്റ് റോൾ ഔട്ട് ആയിട്ടുണ്ട്. ഇപ്പോൾ കറൻറ്റ്ലി ഇനി ഗാലക്സിയിലെ S22 സീരീസിനൊക്കെ ഈ AI ഫീച്ചേഴ്സിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഗാലക്സി S22 സീരീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ S8 പ്ലസ് ടാബ് സീരീസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോയിട്ട് AI ഫീച്ചർ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റിലേക്ക് നമുക്ക് കിടന്നാൽ, ലാസ്റ്റത്തെ ന്യൂസ് അപ്ഡേറ്റ് പറയാൻ പോകുന്നത് ഡ്രോണിൻ്റെ സൈഡിൽ നിന്നാണ്. അതായത് DJI ഈ മാസം ഒരു 6 ഡ്രോണുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഗായ്സ്, 6 ഡ്രോൺ DJIൻ്റെ അവതാർ 2 ഇറങ്ങിയിരിക്കുകയാണ്. ഇനി അവതാർ 2ൻ്റെ സ്പെക്സിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലൈറ്റ് ടൈമിങ്ങിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. 23 മിനിറ്റാണ് ഇവർ ഇതിൻ്റെ ഫ്ലൈറ്റ് ടൈം കൊടുത്തിട്ടുള്ളത്. അത് തന്നെ കേട്ടപ്പോൾ തന്നെ എനിക്ക് വളരെ സന്തോഷമുണ്ട്. സെയിം 100 km/h സ്പീഡാണ് ഈ ഒരു DJIൻ്റെ അവതാർ 2ൽ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 4K HDR വീഡിയോ 60 FPS നമുക്ക് വീഡിയോ പ്ലേ ബാക്ക് ചെയ്യാൻ പറ്റും. അതും സപ്പോർട്ട് ചെയ്യും. ഇനി നമുക്ക് 2.7K 120 FPS ഇതിൽ സപ്പോർട്ട് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് DJI അവതാർ 2. അതേപോലെ തന്നെ ഇതിൻ്റെ ഗൂഗിൾ ഗ്ലാസ്സിൽ നമുക്ക് 700 നിറ്റ്സിൻ്റെ OLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അത്രക്കും ബ്രൈറ്റ്നെസ് അവരതിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് എൻ്റെ കയ്യിൽ കിട്ടണം എന്നുള്ള വലിയൊരു ആഗ്രഹം എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഏറ്റവും വേറൊരു പ്രത്യേകതയും കൂടെ ഇതിൽ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് 1/1.3 ഇഞ്ചിൻ്റെ 12 മെഗാപിക്സലിൻ്റെ സെൻസർ വെച്ചിട്ടാണ് DJI അവതാർ 2 ഇറങ്ങാൻ പോകുന്നത്. പിന്നെ 155 വ്യൂയിങ് ആംഗിൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റും കൊടുത്തിട്ടുണ്ട് എന്നാണ് DJIക്കാർ പറഞ്ഞിരിക്കുന്നത്. ഫ്ലൈറ്റ് ടൈമിൻ്റെ കാര്യത്തിൽ എനിക്ക് കേട്ടപ്പോൾ തന്നെ വളരെ സന്തോഷമുണ്ട്. 23 മിനിറ്റ്സ് ഫ്ലൈറ്റ് ടൈം കിട്ടാമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടെ ഇതിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ PD ചാർജിങ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇനി നമുക്ക് പവർ ബാങ്ക് വെച്ചിട്ടും നമുക്ക് ഈ DJI അവതാർ 2 ചാർജ് ചെയ്യാൻ പറ്റും. അത് കേട്ടതിൽ എനിക്ക് വളരെ 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 സന്തോഷമുണ്ട്. ഇനി ഇതിൻ്റെ കോംബോ വില, പിന്നെ അതല്ലെങ്കിൽ സിംഗിൾ യൂണിറ്റിൻ്റെ വില മാത്രമേ എൻ്റെ കയ്യിൽ നിലവിൽ ഇതിൻ്റെ അറിവ് കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിന് പേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹവുമായിട്ടാണ് ഇപ്പോൾ ഞാൻ മുന്നോട്ട് പ്രയത്നം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ആ സപ്പോർട്ട് നിങ്ങളെ സൈഡിൽ നിന്ന് എനിക്ക് വേണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബ് ചെയ്യുക. അതുവരെക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വലിയൊരു ഗുഡ് ബൈ.